ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ചെറായി ബീച്ച് കാണാൻ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പം ഗാന്ധി ജയന്തിയാണ്, ലീവാണ്. അപ്പം സമയം ഇപ്പോൾ 6:30 അപ്പോൾ രാവിലെ ഒന്ന് തിരക്കൊക്കെ ആവുന്നതിൻ്റെ മുമ്പൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ച് വരാം, ഉച്ചയാകുമ്പോൾ തിരിച്ചെത്താമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. ഇപ്പം കളമശ്ശേരി HMTയുടെ അടുത്തായിട്ടാണുള്ളത്. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ അവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് HMT എത്താറായി നമ്മൾ. ഇവിടെ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല മരങ്ങളും ഒക്കെയുള്ള റോഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ഇത്രയും നല്ലൊരു റോഡുണ്ടെന്ന് പലർക്കും അറിയില്ല. ലൈക്ക് നമ്മളിതാ ഇപ്പം ഈ ഒരു സ്ട്രെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് കാണാം ഒരു ഭയങ്കര ഇരുട്ടാവും. അത്യാവശ്യം തിങ്ങി നിൽക്കുന്ന മരങ്ങളാണ്. സൂര്യൻ്റെ വെളിച്ചമൊന്നും അധികം അങ്ങോട്ട് ഇറങ്ങില്ല. ഏത് നട്ടുച്ചൊക്കെ ആണെങ്കിലും നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഒന്ന് പേടിക്കുക, എന്താ ഇത്ര പെട്ടെന്ന് ഇരുട്ടായെന്ന് തോന്നിപ്പോവും. ആ രീതിയിൽ അത്രയും മരങ്ങളുള്ളൊരു ഏരിയ ആണത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതെല്ലാം HMTയുടെ ബിൽഡിങ്സാണ്. ഇവിടെ അവരുടെ കോളനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് HMTയുടേതാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ശരിക്കും ആർക്കും തോന്നില്ല ഇത് നമ്മൾ എറണാകുളം കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഉള്ളതെന്നുള്ളത്. അപ്പം നമ്മൾ മുൻപിൽ കാണുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് ജംഗ്ഷനാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് കാക്കനാട്, ഇരുമ്പനം ആ ഭാഗത്തേക്ക് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കളമശ്ശേരി എത്താം. അപ്പോൾ ഞാനിവിടുന്ന് കളമശ്ശേരി വഴി കണ്ടെയ്നർ റോഡ് കയറി അങ്ങനെ നോർത്ത് പരവൂർ വഴി ചെറായിക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ വണ്ടികളൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നടക്കാനായിട്ടും അങ്ങനെയൊക്കെ ഇറങ്ങിയവരൊക്കെ ഉണ്ട്. നമ്മളിപ്പം HMT ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രാഫിക്കെല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻപ് നമുക്കിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോകായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള പരിഷ്കാരമാണ്. ഇവിടുന്ന് ഇപ്പോൾ റൈറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയിട്ട് TVS ജംഗ്ഷനിൽ വേണം അങ്ങോട്ട് കയറാൻ. ഇവിടെയുള്ള ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുത്തിയിട്ടുള്ള പരിഷ്കാരമാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പത്രത്തിൽ വായിച്ചുള്ളൂ, ഞാൻ അതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല. അപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ചാൽ നമുക്കിപ്പം ആലു ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പോലും എറണാകുളത്തേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് കളമശ്ശേരി കൂടെ പോകാതെ ഇതിൽ കയറി ഡൈവേർട്ടായിട്ട് പോകണം എന്നാണ് തോന്നുന്നത്. അറിയില്ല, അങ്ങനെ ഞാൻ വായിച്ചു. പക്ഷേ അത് എന്തായാലും തിരിച്ച് വരുന്നതായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ TVS ജംഗ്ഷനാണ്, ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. സിഗ്നലാണ്. നമുക്ക് മുൻപിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകണം കണ്ടെയ്നർ റോഡ് വഴി. നമ്മളിപ്പോൾ ഉള്ളത് കണ്ടെയ്നർ റോഡിലാണ്. കണ്ടെയ്നർ റോഡ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ വല്ലാർപാടം ടെർമിനലിലേക്ക് പോകുന്ന റോഡാണ്. അപ്പം മെയിനായിട്ട് ഈ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു മാരത്തോൺ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് ഓടുന്നതെല്ലാം കാണുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡിൽ നിന്ന് ചേരാനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് NH66 നമ്മുടെ ഗുരുവായൂർ, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഹൈവേയിൽ കയറി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചേരാനല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അതായത് ആ പേര് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേരമാൻ പെരുമാളില്ലേ, ചേരമാൻ പെരുമാളിൻ്റെ നല്ല ഊര് എന്നുള്ള പേര് ലോപിച്ചിട്ടാണ് ചേരാനല്ലൂരിന് പേര് വന്നിട്ടുള്ളത്. അപ്പം ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 883 884 കാലഘട്ടത്തിൽ നമ്മുടെ എന്താ പറയുക കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയിട്ട് കേരളം ഭരിച്ചിരുന്ന ഒരു ചേര രാജവംശത്തിലെ രാജാവായിരുന്നു.
അപ്പം അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മക്കയിൽ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അതിനുശേഷം താജുദ്ദീൻ എന്നുള്ളൊരു പേര് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നതിൽ അതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ ശരിക്കുണ്ടായിരുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജശേഖരവർമ്മ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഒമാനിലെ സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖബർ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ചരിത്രപരമായിട്ട് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം കൂടെയാണ് ചേരാനല്ലൂർ. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു മാരാപ്പറമ്പ് എന്ന് പറഞ്ഞ മാരാപ്പറമ്പ് ശിവക്ഷേത്രം എന്ന ക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കരിങ്കൽ തറയൊക്കെ അതിൻ്റെയൊക്കെ ശില്പരീതിയൊക്കെ വെച്ച് നോക്കിയിട്ട് എന്താ പറയുക, അതൊരു പണ്ട് കാലത്തൊരു ജൈനക്ഷേത്രമായിരുന്നെന്നും പിന്നീടൊരു ശിവക്ഷേത്രമായിട്ട് മാറിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അതിപ്പം അതുപോലെ തന്നെ ഇവിടെ പുരാതനമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയും എല്ലാം ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പല സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഉള്ളത് കൂനമ്മാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൂനമ്മാവ് നമ്മുടെ ജപമാല നിർമ്മാണത്തിലൊക്കെ ഇന്ത്യയിൽ പേര് കേട്ട ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചാവറയച്ചൻ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചാവറയച്ചൻ. അപ്പം ചാവറയച്ചൻ അദ്ദേഹം മരണപ്പെടുന്നത് 1871 മരണപ്പെടുന്ന സമയത്ത് ഇവിടെയുള്ള സെയിൻറ്റ് ഫിലോമിനാസ് പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് പിന്നെ 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്ത് മൊത്തം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്കിനി ഇവിടെ നിന്ന് നോർത്ത് പറവൂർ പോയിട്ട് അവിടെ നിന്ന് ചെറായിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. പെട്ടെന്നാണ് ഡീസലിൻ്റെ വാണിംഗ് കാണിച്ചത്, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇനി നമുക്കൊരു 15 മിനിറ്റ് യാത്രയും കൂടെ ഉണ്ട്. ഒരു 8-9 കിലോമീറ്ററും കൂടെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ബീച്ച് എത്താറായിട്ടുണ്ട്. ഈ ചെറായി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് കടലും അതേപോലെ ഒരു ഭാഗത്ത് വാട്ടർ ബോഡിയും ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റിൽ ഇവിടെ 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ജലാശയങ്ങളുണ്ട്. ഇവിടെ മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ചീനവലകളൊക്കെ കാണാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാനൊന്നിവിടെ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നല്ലൊരു വിഷ്വൽ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല ആഴം കുറഞ്ഞ സ്ഥലമാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ തിര വരുന്ന സമയത്ത് അത്യാവശ്യം ശക്തിയിൽ വരുന്നുണ്ട് ചില സമയത്ത്. പക്ഷെ എന്നാൽ പോലും നല്ല വൃത്തിയുള്ള ബീച്ചാണ്. വേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ കാലിന്മേൽ അടിയുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെറിയ കുട്ടികൾ വരെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. കുറേ അങ്ങോട്ട് ആഴം കുറവാണ്. കൊള്ളാം, നല്ല ബീച്ചാണ്. ഏകദേശം 15 കിലോമീറ്ററോളം നീളമുള്ള ബീച്ചാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ അത്യാവശ്യം ആഴം കുറഞ്ഞ നല്ല വൃത്തിയുള്ളൊരു ബീച്ചായിട്ടാണ് ഇത് കണക്കാക്കുന്നത്.
ഇത് ശരിക്കും വൈപ്പിൻ ദ്വീപിൻ്റെ ഒരു ഭാഗമാണ് ചെറായി ബീച്ച് എന്ന് പറയുന്നത്. ചെറായി എന്ന് പറയുന്നത് ഈ വൈപ്പിൻ എന്ന് പറയുന്നത് 1341 ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിൽ രൂപപ്പെട്ട ഒരു ദ്വീപാണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചില്ല, ഇതിലും അധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ 2 വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് അറിയാം, നന്നായിട്ട് നോയ്സ് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പുതിയൊരു മൈക്ക് വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പല ഇൻഫർമേഷൻസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്തിനെ പറ്റിയും ഇപ്പോൾ ഈ ബീച്ചിനെ പറ്റിയും അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയും അത് ആ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ പലതും നമ്മളെല്ലാം ഇപ്പം ഇങ്ങോട്ട് ഇന്നലെ ഞാൻ മാപ്പ് നോക്കിയതായിരുന്നു, ഏറ്റവും ബെസ്റ്റ് റൂട്ട് ചെറായി ബീച്ചിലേക്ക് നോക്കിയ സമയത്താണ് നമ്മളിങ്ങനെ പലപ്പോഴും കേട്ട് പരിചയമുള്ള സ്ഥലങ്ങളുടെ പേരിങ്ങനെ കണ്ടു. അപ്പോൾ അതെല്ലാം പല ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള പല ചരിത്രപരമായിട്ട് പല പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൂടെ തരാം. കാരണം നമ്മളിപ്പോൾ ഡെയിലി പല സ്ഥലങ്ങളിലൂടെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മളുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷനും അതിൻ്റെ കൂടെ ഞാൻ വിക്കിപീഡിയയിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻ്റെ എല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകളിലും അങ്ങനെയുള്ള ഇൻഫർമേഷൻ പരമാവധി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കൂടെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന പലർക്കും അതിൽ ഒരു അറിവായിക്കോട്ടെ എന്നിവിടെ കരുതിയിട്ടാണ്. ഒരുപാട് ബോറടിപ്പിക്കില്ല, എന്നാലും പരമാവധി നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഏതായാലും തിരിച്ചു പോവുകയാണ്. കുറേ ടൈം കൂടെ സ്പെൻഡ് ചെയ്തു, വിശക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കണം. എന്നിട്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും നല്ല നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നുന്ന വല്ല കാഴ്ചകളും കാണുകയാണെങ്കിൽ അതുകൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ബൈ.